ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ അടുക്കളയിലെ താരമാരെന്ന് നോക്കിയാലോ. കപ്പ പ്രേമികളിലേക്ക് ഇഷ്ടതാരമായ കാന്താരി കപ്പയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നല്ല എരിവുള്ള കാന്താരി അരച്ച് ചേർത്ത കപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വായി വെള്ളം ഊറും അല്ലേ. കൂടുതൽ നല്ല ചൂട് കട്ടൻ കൂടി ആയാലോ, ആ എരിവുള്ള നാവിലോട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ ഒരു ഫീല് ഒന്ന് വേറെ തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. നന്നായി വേവുന്ന ഒരു കിലോ കപ്പ കിട്ടിയിട്ടുണ്ട്. കപ്പ പൊളിക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമുക്ക് കപ്പ പൊളിച്ചെടുക്കാം. ഞാൻ പിച്ചാത്തിയുടെ ഈ ബേക്ക് വശം വെച്ചാണ് കേട്ടോ കപ്പ പൊളിച്ചെടുക്കുന്നത്. അതാകുമ്പോഴത്തേക്കും അധികം വെട്ടൊന്നും കൊള്ളാതെ തന്നെ നമുക്ക് കപ്പ ആ തോട് മാത്രം പൊളിച്ചെടുത്ത് കളയാനും പറ്റും കേട്ടോ. നമ്മുടെ പിച്ചാത്തിയുടെ മറ്റേ വശം ആകുമ്പോഴത്തേക്കും കപ്പയിൽ വെറുതെ വെട്ടുകൊണ്ട് വെറുതെ കണ്ടങ്ങളിങ്ങനെ മുറിച്ച് പൊക്കോണ്ടിരിക്കും. ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കാര്യം നടക്കുകയും ചെയ്യും. നമ്മുടെ കയ്യിൽ കൊണ്ടാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ കപ്പയൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കൊത്തിയെടുക്കാം. ഈ ഒരു അളവിലാണ് ഞാൻ കപ്പ കൊത്തിയെടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇതേപോലെയാണോ ആവിക്കാൻ വേണ്ടിയിട്ട് കപ്പ കൊത്തിയെടുക്കാറ്? നമ്മൾ ഈ നാടൻ റെസിപ്പിയൊക്കെ ചെയ്യുന്ന സമയത്ത് നാടൻ രീതിയിൽ തന്നെ ചെയ്താലേ അതിന് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ നമ്മുടെ മൺചട്ടിയിൽ വിറകടുപ്പിലാണ് കേട്ടോ നമ്മുടെ കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടി വയ്ക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് പുഴുങ്ങാൻ വേണ്ടി വയ്ക്കാം. ഇത് നല്ലപോലെ തന്നെ തിളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിയിട്ട് പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം കൂടെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മെയിൻ വില്ലനെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ വില്ലെന്ന് പറയുമ്പോൾ കാന്താരി മുളകാണല്ലേ. നല്ല എരിവുള്ള മുളക് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. ഞാൻ അതേ കുറച്ച് കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. നല്ല എരിവുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. കുറച്ച് ജീരകം കൂടി ചേർക്കുന്നുണ്ട്. മഞ്ഞളോ മറ്റേ വെളുത്തുള്ളിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതേ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കപ്പ രണ്ടാമത്തെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് റെഡിയായെന്ന് നോക്കാം. നമ്മുടെ കപ്പ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ വെള്ളം വഴിച്ച് കളയാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് കിഴങ്ങെന്നാണ് കേട്ടോ കപ്പയെ പറയുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കടുക് വറുത്ത് ഒഴിക്കാമെന്നാണ് കരുതുന്നത് കേട്ടോ. നമ്മുടെ കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത് തന്നെ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ കടുക് വറുക്കാനായിട്ടൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുറച്ച് ഉഴുന്ന് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വറുത്ത് വരട്ടെ. ഈ ഉഴുന്നൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. ഇനി കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്ത് കടുക് കൂടെ പൊട്ടി വരട്ടെ. അതാ കടുകൊക്കെ പൊട്ടി റെഡി ആയിട്ടുണ്ടേ. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അതിലോട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ കാന്താരി കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് കട്ടൻ കൂടി ആകുമ്പോഴത്തേക്ക് ആ എരിവിൻ്റെ കൂടെ കട്ടൻ്റെ കുടിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഇതാണല്ലേ. അങ്ങനെ ഒരു ഗ്ലാസ് കട്ടൻ കൂടി റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകം ചമ്മന്തിയോ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ എല്ലാവർക്കും ഓരോ കണ്ടം മീനും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും കൂട്ടി നല്ല സൂപ്പർ വൈബിൽ നമുക്ക് കാന്താരി കപ്പ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈയും ചെയ്ത് നോക്കണം കേട്ടോ.
അതേപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയിട്ട് ഓൾ ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.